എനിക്ക് ബില്ല് അടയ്ക്കാൻ ഭയങ്കര ഇഷ്ടം. ഫോൺ ബില്ല്, കറണ്ട് ബില്ല്, ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല്, ഫീസ്, ഈ സാധനം അടയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം ഞാൻ പറയാം. സാറേ, മാസം വരുന്ന ബില്ലൊക്കെ ഇങ്ങോട്ട് അയച്ചു തരാം, ഒന്നങ്ങ് അയച്ചു വിട്ടേക്കാനല്ല, അങ്ങ് അടയ്ക്കാനല്ലേ. അതെനിക്ക് ഇഷ്ടമല്ല. നമ്മളുടെ അധ്വാനത്തിൽ നിന്ന് നമ്മൾ യൂസ് ചെയ്തൊരു കാര്യത്തിന് പൈസ കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി പണി ചെയ്തൊരു വ്യക്തിയില്ലേ, ആ വ്യക്തിക്ക് ശമ്പളം കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഇല്ലെങ്കിലും ഞാൻ ആ പൈസ എടുത്ത് ആ പണി എടുത്ത ആൾക്കാൻ കൊടുക്കും. എൻ്റെ അമ്മ പഠിപ്പിച്ച ഏറ്റവും വലിയ പോളിസിയാണ്. അത് കൊടുത്താൽ അതുപോലെ അതിലേറെ നമുക്ക് തിരിച്ചു മേടിക്കാനും പറ്റും. അനർഹരായവർക്ക് പൈസ കൊടുക്കുന്ന എനിക്ക് ഇഷ്ടമേ അല്ല. കള്ളപ്പണി ചെയ്തവർക്ക് ഞാൻ പൈസ കൊടുക്കില്ല. അർഹമല്ലാത്തൊരു കയ്യിലേക്ക് ചാരിറ്റി കൊടുക്കാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, ഞാൻ ചെയ്യത്തില്ല. നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് അതിന്റെ പേയ്മെന്റ് നമ്മൾ അടച്ചാൽ നമ്മൾ അത് വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കും. ഈ മുടക്കുന്ന പൈസയുടെ ഇരട്ടി ഇതിൽ നിന്ന് നേടണമെന്ന് ആഗ്രഹിക്കും. അല്ലെങ്കിൽ നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കില്ല. സൗജന്യമായി കിട്ടുന്ന ഒരേ കാര്യത്തിനും നമ്മൾ പ്രാധാന്യം കൊടുക്കില്ല. പൊതു മേഖലാ സ്ഥാപനങ്ങളിലെ ടോയ്ലറ്റിൽ പോകുമ്പോൾ നമ്മൾ വേണമെങ്കിൽ അവിടെ കാർക്കിച്ച് തുപ്പും, ചോയിങ്കം വേണമെങ്കിൽ അവിടെ ഇടും, മുറുക്കാൻ വേണമെങ്കിൽ അവിടെ തുപ്പും. ലുലുമാളിൽ പോയാൽ ചെയ്യുമോ? ഒരു സ്റ്റാർ ഹോട്ടൽ, നല്ല ഹോട്ടലിൽ പേയ്മെന്റോട് കൂടിയാണ് നിങ്ങൾ കയറുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവിടെ വൃത്തികേടാക്കില്ല. ഗവൺമെന്റ് ആശുപത്രി പോയിട്ട് നമ്മൾ എന്ത് വൃത്തികേടും കാണിക്കും, പ്രൈവറ്റ് ആശുപത്രി പോയാൽ കാണിക്കില്ല. കാരണം എന്നാ, നമ്മളൊരു പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മൂല്യം കൽപ്പിക്കും. ആ മൂല്യം നമ്മൾ തിരിച്ചുപയോഗിക്കും. അർഹമായവർക്ക് അർഹതപ്പെട്ട തുക നൽകി ശീലിക്കുക. അപ്പോൾ ആ തുക നമ്മൾ അർഹരാകുമ്പോൾ നമ്മളിലേക്ക് തിരിച്ചു പോരും.